തീർച്ചയായിട്ടും ആദ്യം നിങ്ങളോടൊരു നന്ദി പറയുകയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ ഈ പൊതുമേഖല ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്തതിനും 1 മാസം കൊണ്ട് കൂടിയ വേസ്റ്റുകളൊന്നുമല്ല, കുറേ നാളുകളായിട്ട് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകളാണ്. ആ കാണുന്നതൊക്കെ ഇവിടെ ഇപ്പോൾ ഈ കടലെടുത്ത വീട്, അതായത് സുനാമിയിൽ വീട് നഷ്ടപ്പെട്ട അവർക്കുള്ള വീട് ഗവൺമെൻറ് കൊടുത്തതാണ്. അവർക്ക് മൊത്തം അവിടെ താമസിച്ച് ആ ജനൽ പോലും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത് നോക്കി, ആ ജനൽ പോലും തുറക്കാൻ പറ്റാത്ത സാഹചര്യം. ഈ കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് ഈ പല മേഖലയിലും ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഏകദേശം 22,000 ജനങ്ങൾ, 23,000 ജനങ്ങളുണ്ട്. ഇനി ഒട്ടും പ്രതീക്ഷിച്ച് ഈ ഭീമാപള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ആരും വരരുത്. ഇതോടുകൂടി പ്രശ്നം തീരുന്നില്ല. ഇതിനേക്കാളും ഭയാനകരമാണ് തൊട്ട് ബാക്കിലുള്ള ഇന്നലെ നമ്മൾ കാണിച്ച ഈ മറ്റേ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അതായത് ട്രിവാൻഡ്രത്തുള്ള ഏകദേശം എല്ലാ മേഖലയിൽ നിന്നും വരുന്ന ബാത്റൂം വേസ്റ്റ്, അതായത് സെപ്റ്റിക് വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നൊരു സ്ഥലമാണ് ഇന്നലെ നമ്മൾ കാണിച്ചത്. അവിടെ ഒരു ദിവസം 20 വണ്ടിയാണ് അവിടെ അലോഡുള്ളത്. ഇപ്പോൾ ഏകദേശം 100-ന് പുറത്ത് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതും അടിയന്തരമായിട്ടൊരു എന്താ പറയുക, ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജനങ്ങൾ ഇടപെട്ടിട്ട് പിന്നെ അതിനൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആദ്യപ്പോഴേ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേണ്ട അധികാരികൾ അടിയന്തരമായിട്ട് ആ ഒരു വിഷയം, കാരണം അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ശാശ്വതമായ ഒരു പരിസമാപ്തി അല്ല എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. പരിഹാരം ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടാകണം. നാളെ മുതലുള്ള ചവറുകൾ, മറ്റ് വേസ്റ്റുകളൊക്കെ എവിടെ കൊണ്ടിടണമെന്നൊരു ആശങ്ക നിലനിൽക്കുകയാണ്. അല്ല, നമ്മളിവിടെ ജസ്റ്റ് ഒരു മീഡിയ കവർ ചെയ്യും. കാരണം ഇവിടെ ആകെ 20 വണ്ടിക്ക് അലോഡുള്ളൂ. ഇപ്പോൾ 100ഓളം വണ്ടികൾ വേസ്റ്റുമായിട്ട് നമ്മുടെ ഈ മേഖലയിൽ വരുന്നുണ്ട്. അതായത് ട്രിവാൻഡ്രത്തെ പല മേഖലയിൽ നിന്നും ഈ പറയുന്ന സെപ്റ്റിക് വേസ്റ്റുമായിട്ട് നമ്മുടെ ഈ മേഖലയിൽ വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കുട്ടികൾക്ക് അസുഖങ്ങളായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ശരി. കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എവിടെയോ ഉള്ള വണ്ടികളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇന്നലെ മലയാളി വാർത്താ സംഘം ഇത് വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന് ഭീമാപ്പള്ളിയിലെ ജനങ്ങൾ വിളിച്ച് പറഞ്ഞു. നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്ത് ഈ വാർത്ത പുറത്തിറങ്ങി മണിക്കൂറുകൾ മേയർ ഇടപെട്ടു, കൗൺസിൽ ഇടപെട്ടു. ഈ അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത്? ഈ ഒരു പ്രവൃത്തി ഞങ്ങളെല്ലാവരും ഭീമാപ്പള്ളിയിലുള്ള ജനങ്ങൾ മുഴുവനും സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കോർപ്പറേഷന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നീണ്ട ഒരാഴ്ചത്തെ പരിശ്രമത്തിൻ്റെ ബലമാണ്. മാസങ്ങളോളമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബഹുമാനപ്പെട്ട ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തും അതോടൊപ്പം തന്നെ മേക്കെ ചാരിറ്റി ഫൗണ്ടേഷനും ഭീമാപ്പള്ളിയിലെ കേരള മുസ്ലിം ജമാഅത്ത് SVS എന്ന സംഘടനയും നാട്ടിലെ മറ്റു റെസിഡൻസും മറ്റു സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ഭീമാപ്പള്ളി മുഴുവൻ ജനങ്ങളും കൂടെ ചേർന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ബലമാണ് ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായ രീതിയിലുള്ള ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വിമർശിക്കാനോ വേണ്ടിയുള്ളൊരു അവസരമായിട്ടല്ല കണ്ടത്. നാടിൻ്റെ പൊതുവായ ഒരു വിഷയം നടക്കണമെന്നൊരു ആവശ്യമാണ് നമുക്കുണ്ടായിരുന്നത്. ആ ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട കോർപ്പറേഷനിലും മേയറിൽ നിന്നും ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർമാരായ സുധീർ സഖാവിനും അതുപോലെ തന്നെ ശ്രീമതി മിലാനി പെരേരയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ എല്ലാം പ്രവർത്തനങ്ങൾ, അവരുടെയും പ്രവർത്തനങ്ങൾ ഇതിലുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മയുടെ പരിശ്രമത്തിൻ്റെ ബലമായിട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗവത്തായി മാറിയ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടുകാരെന്ന നിലക്കുള്ള അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ ഒരു പരിപൂർണമായ ശാശ്വത പരിഹാരമാണ് വീണ്ടും നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ശക്തമായ ഇതിലുണ്ടാകണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. നാളെ ഇതിപ്പോൾ എടുത്തിട്ട് പോയി നാളെ ഈ പ്രദേശത്തെ ജനങ്ങൾ മാലിന്യങ്ങൾ കൊണ്ട് എവിടെ ഇടുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ആശങ്കകൾ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ എല്ലാവരെയും വിവിധ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭീമാപ്പള്ളിയിലെ മുഴുവൻ ജനങ്ങളും, ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിക്കുകയാണ്, ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ മേക്കെ ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന ചാരിറ്റി കൂട്ടായ്മ, അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത്, SVS, മറ്റു സാംസ്കാരിക റെസിഡൻസ് തുടങ്ങിയ എല്ലാവരുടെ കൂട്ടായ്മയായ പരിശ്രമത്തിലാണ് ഇതിനൊരു പരിസമാപ്തി കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് ശാശ്വതമായ ഒരു പരിസമാപ്തി അല്ല എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. പരിഹാരം ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടാകണം.
നാളെ മുതലുള്ള ചവറുകൾ മറ്റ് വേസ്റ്റുകളൊക്കെ എവിടെ കൊണ്ടിടണമെന്നൊരു ആശങ്ക നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ ഈ വിഷയത്തിൽ കൂടെ തക്കതായ ഒരു നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നലെ മലയാളി വാർത്ത കണ്ട താഴ്ചയല്ല ഇപ്പോൾ ഇന്നിവിടെ കാണാം. മേക്കിന് സഞ്ചാരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ആദ്യം നിങ്ങളോടൊരു നന്ദി പറയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സംവിധാനം ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ ഈ പൊതുമേഖല ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്തതിനും പിന്നെ അതുപോലെ തന്നെ ഇതിന് വേണ്ടപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ഈസ്റ്റ് വാർഡ് കൗൺസിലർ, അതുപോലെ തന്നെ നമ്മുടെ ഭീമാപ്പള്ളി ജനറൽ വാർഡ് കൗൺസിലർ മിലാനി പെരേര, പിന്നെ അതുപോലെ നമ്മുടെ കോർപ്പറേഷൻ അടങ്ങുന്ന ബഹുമാനപ്പെട്ട മേയർ, അവരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയങ്ങൾക്കൊരു തീരുമാനം വന്നു കഴിഞ്ഞത്. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ ഓൾറെഡി ഇവിടെ തന്നെ 2300ഓളം വീടുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ 2300ഓളം 22,000 ജനങ്ങൾ. അപ്പോൾ ഈ പറയുന്ന വീടുകളിലെ വേസ്റ്റുകൾ ഇത് എങ്ങനെയാണിത് എടുത്ത് ഈ പറയുന്ന ഈ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കണ്ടെത്തണം. അത് അടിയന്തരമായിട്ട് ഈ പറയുന്ന നമ്മുടെ നഗരസഭയും മേയർ അടങ്ങുന്ന ആ ടീമും നിലവിലെ കൗൺസിലറും ഇടപെട്ടത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു വിഷയം നമ്മൾ ഈ പറയുന്ന ചാനലിലൂടെ പുറത്ത് വിട്ടപ്പോൾ വേണ്ട നടപടികൾ എടുത്ത് ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ കാണിച്ച നമ്മുടെ മേയറിനും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് വാർഡ് കൗൺസിലിനൊക്കെ നമ്മൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള പിന്നെ വിഷയങ്ങളിൽ ഫാസ്റ്റായിട്ട് ഇടപെട്ട് പ്രത്യേകിച്ച് ഈ വേസ്റ്റ് നമ്മുടെ ഭീമാപ്പള്ളി പ്രദേശത്തിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അപേക്ഷ. വളരെ വേഗത്തിലാണ് മേയർ ഈ കാര്യത്തിൽ ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്തത്. ഞങ്ങൾ ഈ പറയുന്ന മേക്ക് ചാരിറ്റി അതുപോലെ തന്നെ ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിൻ്റെയൊക്കെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ ഈ വാർഡ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ഈ പറയുന്ന വേസ്റ്റ് കിടക്കുന്നത്, ജമാഅത്തിൻ്റെ തന്നെ ഇതുപോലെ വേറെയും ഒരു സ്ഥലത്തുകൂടി കിടക്കുന്നുണ്ട്. അതും അവർ മാറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മാറ്റുവാൻ അവർ ശ്രമിക്കട്ടെ. അതിനുവേണ്ടി ശ്രമിച്ച ജീവനക്കാർക്കും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും മേയറിൻ്റെയും വാർഡ് കൗൺസിലിൻ്റെയും എല്ലാവർക്കും മാക്ക് എന്ന ചാരിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഇതിന് ഇനിയൊരു മറ്റൊരു പരിഹാരം, കാരണം ഇവിടെ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഭീമാപള്ളി എന്ന ഈ പ്രദേശം. ഈ പ്രദേശത്തുള്ള ഇനിയുള്ള വേസ്റ്റുകളും അതിനുള്ള പരിഹാരം അടിയന്തരമായി തന്നെ കോർപ്പറേഷൻ കണ്ടെത്തി അത് ഞങ്ങളെവിടെ നിക്ഷേപിക്കണമെന്നുള്ള സ്ഥലം അവർ കണ്ടെത്തി തരികയും അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും വേണമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മാത്രമല്ല മറ്റൊരു ദുരന്തമായ ഒരു വിഷയം കിടക്കുന്നുണ്ട് ഇവിടെ. മാലിന്യ വെള്ളം, അതായത് നമ്മുടെ സീവേജ് ഫാമിൻ്റെ അടുത്ത് മലിനജലം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 500 വണ്ടി ലോഡെടുത്താൽ പോലും അവിടുത്തെ മലിനജലം വറ്റി പോവില്ല. കാരണം അത്രയ്ക്കും ദുർഗന്ധം പിടിച്ചാണ് അവിടെ കിടക്കുന്നത്. അത് മാറ്റുവാൻ വേണ്ടി ഇന്നലെ നമ്മൾ ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാനിനകത്ത് പോയി അവിടുത്തെ ഓഫീസറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അവർ വേണ്ട നടപടിക്രമങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അത് വലിയൊരു സംഭവമാണ്. അതിനു വേണ്ടിയിട്ട് കേരള മുസ്ലിം ജമാഅത്തും SOS എന്ന സംഘടന അടക്കമുള്ള ആളുകൾ പരാതികൾ മേൽപോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിലും അടിയന്തരമായി ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരൻ എന്ന നിലയ്ക്കും മാക്ക് എന്ന ചാരിറ്റിയുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്കും പറയുവാനുള്ളത്. മാലിന്യം ഇവിടെ കൊണ്ട് പോവുകയാണ് ഇപ്പോൾ നഗരസഭ. ഇതോടെ നിങ്ങളുടെ പ്രശ്നം തീരുകയാണോ? അല്ല, ഇതോടുകൂടി പ്രശ്നം തീരുന്നില്ല. ഇതിനേക്കാളും ഭയാനകരമാണ് തൊട്ട് ബാക്കിലുള്ള ഇന്നലെ നമ്മൾ കാണിച്ച ഈ മറ്റേ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അതായത് ട്രിവാൻഡ്രത്തുള്ള ഏകദേശം എല്ലാ മേഖലയിൽ നിന്നും വരുന്ന ബാത്റൂം വേസ്റ്റ്, അതായത് സെപ്റ്റിക് വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നൊരു സ്ഥലമാണ് ഇന്നലെ നമ്മൾ കാണിച്ചത്. അവിടെ ഒരു ദിവസം 20 വണ്ടിയാണ് അവിടെ അലോഡുള്ളത്. ഇപ്പോൾ ഏകദേശം 100-ന് പുറത്ത് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതും അടിയന്തരമായിട്ടൊരു എന്താ പറയുക, ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജനങ്ങൾ ഇടപെട്ടിട്ട് പിന്നെ അതിനൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആദ്യപ്പോഴേ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേണ്ട അധികാരികൾ അടിയന്തരമായിട്ട് ആ ഒരു വിഷയം, കാരണം അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. കാരണം ബാത്റൂം വേസ്റ്റ്, ഈ സെപ്റ്റിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാതെ പല വിഷയങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ വിഷയത്തിൽ അടിയന്തരമായി തീരുമാനം എടുക്കുക. അതുകൊണ്ട് ഇവിടെ ഇത് തീരുന്നില്ല. എന്തായാലും നമ്മുടെ ഈ മേഖല ഇപ്പോൾ എന്തായാലും ഈ പറയുന്ന വേസ്റ്റ് മാറ്റിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രൗണ്ട് മേഖല, ഇനി നമ്മൾ ഈ വിഷയത്തിൽ ഇറങ്ങാൻ പോകുന്നത് ആ പറയുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വിഷയത്തിൽ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. അതിൻ്റെ വേണ്ട സപ്പോർട്ടുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം.